ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോ ഗ്രീൻ വിത്ത് EV. ഇന്ന് ടൂ വീലർ വിപണിയിൽ വളരെയധികം ചർച്ചാ വിഷയമായിട്ടുള്ള ഒന്നാണ് ഒലയുടെ ഇലക്ട്രിക് ബൈക്കുകളുടെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഈ മാസം ആദ്യം അവർ അവരുടെ 3 മോഡലുകൾ അവതരിപ്പിച്ചു. റോഡ്സ്റ്റർ എന്ന് പറയുന്ന പേരിലാണ് അവരുടെ മോഡലുകൾ അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാം. അപ്പൊ എന്തു തന്നെയാണെങ്കിലും ഇന്ന് ഇന്ത്യൻ ടൂ വീലർ വിപണിയിൽ മുടിചൂടാ മനനാണ് സ്പ്ലെൻഡർ. 1994 ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ എന്ന പേരിൽ ലോഞ്ച് ചെയ്യപ്പെട്ട ഈ വാഹനം ഒരു കാലത്ത് കൗമാരക്കാരുടെ സ്വപ്ന വാഹനമായിരുന്നു. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ച അനിയത്തിപ്പാവ് എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു ഗാനത്തിൽ ഗാനത്തിന്റെ ചിത്രീകരണത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ബൈക്ക് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ആണ്. അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്വപ്നമായി മാറി, അല്ലെങ്കിൽ കൗമാരക്കാർ 90കളുടെ കൗമാര പ്രായത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ ഒരു സ്വപ്നമായി മാറിയ ഒരു വാഹനമാണ് സ്പ്ലെൻഡർ. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ഒന്ന്, ആ വാഹനത്തിന്റെ മൈലേജ് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. 50 കിലോമീറ്ററോളം മൈലേജ് ആ വാഹനത്തിന് ഇന്നും കിട്ടുന്നുണ്ട്. മാത്രമല്ല സിറ്റി യൂസിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വാഹനമാണ്. പിന്നെ അതിന്റെ കാലാകാലങ്ങളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി, അതിന്റെ ഫീച്ചേഴ്സിലാണെങ്കിലും ശരി, അതിന്റെ കളറിലാണെങ്കിലും ശരി, ഡിസൈനിലാണെങ്കിലും ശരി, കാലാകാലങ്ങളിൽ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഹീറോ ഈ വാഹനം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു പോരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും വളരെയധികം വിറ്റുപോകുന്നൊരു വാഹനം തന്നെയാണ് സ്പ്ലെൻഡർ. ഏകദേശം 4 കോടി വാഹനങ്ങൾ ഇതിനോടകം വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ മോഡൽ തന്നെ. ഇത് ഹീറോ അവകാശപ്പെടുന്ന ഒരു കണക്കാണ്. എന്തു തന്നെയാണെങ്കിലും ഇന്ന് ഈ വാഹനത്തിന്, അല്ലെങ്കിൽ സ്പ്ലെൻഡർ എന്ന് പറയുന്ന മോഡലിന് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ തന്നെയാണ് ഒല അവരുടെ പുതിയ ബൈക്കുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. 3 മോഡലുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് 8 വേരിയന്റുകളിൽ അവൈലബിൾ ആണ്. വില കൊണ്ടാണെങ്കിലും ശരി, അവർ പ്രദാനം ചെയ്യുന്ന ഫീച്ചേഴ്സ് കൊണ്ടാണെങ്കിലും ശരി, അതിന്റെ ഡിസൈൻ കൊണ്ടാണെങ്കിലും ശരി, എല്ലാ അർത്ഥത്തിലും ഒരു സിറ്റി റൈഡിന് പറ്റുന്ന ഒരു വാഹനത്തിന്റെ രൂപകൽപ്പനയാണ് ഒല അവരുടെ റോഡ്സ്റ്റാർ എന്ന് പറയുന്ന മോഡലിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ വാഹനത്തിൽ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടിരിക്കുന്ന സവിശേഷതകൾ എന്ന്. ഈ മാസം ആദ്യമാണ് ഒല ഇലക്ട്രിക് അവർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇലക്ട്രിക് ബൈക്കുകൾ അവതരിപ്പിച്ചത്. പ്രധാനമായും റോഡ്സ്റ്റർ, റോഡ്സ്റ്റർ എക്സ്, റോഡ്സ്റ്റർ പ്രോ എന്നിങ്ങനെ 3 മോഡലുകളായി 8 വേരിയന്റുകൾ ആണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. ശരിക്കും ഇന്ത്യൻ ടൂ വീലർ വിപണിയിൽ മേധാവിത്വം പുലർത്തുന്ന ഹീറോ മോട്ടോ ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹന നിർമ്മാതാക്കളുടെ സിറ്റി റൈഡ് ബൈക്കുകൾക്ക് ശക്തമായ എതിരാളിയായി മാറാൻ ശ്രമിക്കുകയാണ് ഒലെ. അവരുടെ ഏറ്റവും കുറഞ്ഞ മോഡലിന്റെ വില 24,999 രൂപ മാത്രമാണ്. അപ്പോൾ ഈ 3 മോഡലുകളിൽ ബേസ് മോഡൽ എന്ന് പറയുന്നത് റോഡ്സ്റ്റാർ എക്സ് ആണ്. 1,00,000 രൂപയ്ക്കും താഴെ മാത്രം വില വരുന്ന 3 വേരിയന്റുകൾ റോഡ്സ്റ്റാർ എക്സിൽ ലഭ്യമാണ്. അവയുടെ വില യഥാക്രമം 24,999, 84,999, 99,999 എന്നിങ്ങനെയാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത മോഡൽ അഥവാ മിഡ് മോഡൽ എന്ന് പറയുന്നത് റോഡ്സ്റ്റാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതും 3 വേരിയന്റുകളിൽ ലഭ്യമാണ്. വില യഥാക്രമം 1,04,999, 1,19,999, 1,39,999 എന്നിങ്ങനെയാണ്. ഇനി ടോപ്പ് മോഡൽ എന്ന് പറയുന്ന 3ാമത്തെ മോഡലാണ് റോഡ്സ്റ്റാർ പ്രോ. ഇത് 2 വേരിയബിളിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഇതിൻ്റെ വില യഥാക്രമം 1,09,999, 2,49,999 എന്നിങ്ങനെയാണ്. എന്നാൽ ഈ 3 മോഡലുകളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്ന മോഡൽ റോഡ്സ്റ്റർ എന്ന് പറയുന്ന അവരുടെ മിഡ് മോഡലാണ്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. കാരണം അതിൻ്റെ വില തന്നെയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 3 വിലകളിൽ ഈ മോഡൽ ലഭ്യമാണ്. അതിൻ്റെ ഏറ്റവും കുറഞ്ഞ മോഡലിൻ്റെ വില 1,04,999 രൂപ മാത്രമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ മനോഹരവും ആധുനികവുമായ രൂപകൽപ്പനയോടുകൂടിയാണ് ഈ വാഹനം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭാവിയുടേതെന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ചില ഫീച്ചറുകളുമാണ്. മാത്രമല്ല ഈ റോഡ്സ്റ്റർ മോഡലുകളിൽ നമുക്ക് ഡ്യുവൽ ഡിസ്ക് സംവിധാനം ലഭ്യമാണ്. അതിനോടൊപ്പം തന്നെ 7-inch TFT ഡിസ്പ്ലേ, 248 കിലോമീറ്റർ റേഞ്ച്, 126 കിലോമീറ്റർ സ്പീഡ്, ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. മാത്രമല്ല ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് 14 കിലോവാട്ടിൻ്റെ മോട്ടറും 3.5 കിലോമീറ്റർ കപ്പാസിറ്റിയുള്ള ലിഥിയം അയൺ ബാറ്ററിയുമാണ്. ഇതിനോടൊപ്പം തന്നെ ക്രൂയിസ് കൺട്രോൾ സംവിധാനം, നാവിഗേഷൻ സംവിധാനം, ടാമ്പർ അലർട്ട് സംവിധാനം
SOS കോർണർ സൈഡ് ABS സിസ്റ്റം, അതോടൊപ്പം തന്നെ മോണോഷോക്ക് റിയർ സസ്പെൻഷൻ എന്നിങ്ങനെ മികച്ച ഫീച്ചേഴ്സുകളെല്ലാം ഈ ഒരു കുറഞ്ഞ വിലയിൽ ഈ വാഹനത്തിൽ ഉൾക്കൊള്ളിക്കുവാൻ ഓല മറന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഒരു മിഡിൽ ക്ലാസ് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ സെലക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു മോഡൽ മിക്കവാറും റോഡ്സ്റ്റർ ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റു സവിശേഷതകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. 2025 ജനുവരിയിൽ അവരുടെ റോഡ്സ്റ്റർ എന്ന് പറയുന്ന മോഡലിൻ്റെ ഡെലിവറി ഉണ്ടാകുമെന്നാണ് ഓല പറയുന്നത്. റോഡ്സ്റ്റർ അവരുടെ മിഡ് വേരിയൻ്റ് ആണ്. ബേസ് മോഡലായിട്ടുള്ള റോഡ്സ്റ്റർ എക്സ് അടുത്ത വർഷം 2025 മാർച്ച് മുതൽ ഡെലിവറി ആരംഭിക്കും. അതോടൊപ്പം തന്നെ അവരുടെ പ്രീമിയം മോഡലായ അല്ലെങ്കിൽ ടോപ്പ് എൻഡ് മോഡലായ റോഡ്സ്റ്റർ പ്രോ 2026 തുടക്കത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും ഓല പറയുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ വാഹനത്തിനുള്ളത്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഫ്രെയിമിൽ ഡിസ്പ്ലേയിൽ നമുക്ക് ഗെയിമിംഗ് സംവിധാനമൊക്കെ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ള സംവിധാനമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം അവർ പറയുന്നു ഇൻ്റഗ്രേറ്റ് ഗെയിംസ് ആൻഡ് വീഡിയോ സ്ട്രീമിംഗ് കേപ്പബിലിറ്റീസ് ആണ് അവർ പറയുന്നത്. അപ്പം ഇത് ആവശ്യമുള്ളതാണോ എന്ന് പറയാൻ കാര്യം ഇതൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കാരണം ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ നമ്മൾ എത്തേണ്ടിടത്തായിരിക്കത്തില്ല എത്തുക, ഒരു പക്ഷേ ആശുപത്രിയിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളതാണോ എന്ന് നമുക്കറിയില്ല, നമുക്ക് പറയാനും പറ്റത്തില്ല. പിന്നെ ഇവിടെ ഒരു കാര്യം വെച്ചാൽ ഓല അവരുടെ ഇലക്ട്രിക് സ്കൂട്ടറിലാണെങ്കിൽ തന്നെയും ധാരാളം ആവശ്യമുള്ളത് അനാവശ്യമായ ധാരാളം ഫീച്ചേഴ്സ് കുത്തി നിറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലതരത്തിലുള്ള ബഗ്ഗുകളും അതോടൊപ്പം തന്നെ ഹാങ്ങും ആ വാഹനത്തിനുണ്ടാവുകയും പലരും വഴി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ പ്രോപ്പറായിട്ടുള്ളൊരു സർവീസൊന്നും അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുമില്ല. അത് ഇവരുടെ ഒരു പോരായ്മയാണ്. അതിൽ നിന്ന് അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് അത്യാവശ്യമുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് വേണമെന്ന് തോന്നുന്ന ഫീച്ചേഴ്സ് മാത്രം ഇതിൽ മതി എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഫ്യൂച്ചർ റെഡി ടെക്നോളജിയിൽ അതിൻ്റെ ADAS സംവിധാനം ഉൾക്കൊള്ളിക്കാൻ അവർ മറന്നിട്ടില്ല. അതിനോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ഇൻഹൗസ് ABS ഉണ്ട്. കോർണറിങ് ABS ആണ് ഇതിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ സവിശേഷത. അതോടൊപ്പം തന്നെ സ്റ്റോപ്പിംഗ് കൺട്രോൾ സംവിധാനം, അതിനോടൊപ്പം തന്നെ റേസ് മോഡുകൾ. കാരണം ശരിക്കും അഡ്വഞ്ചർ ട്രിപ്പുകൾ ആഗ്രഹിക്കുന്നവർക്ക് ഇതുവരെ ടോപ്പ് മോഡൽ അതായത് റോഡ്സ്റ്റർ പ്രോ വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം 500-ൽ പരം റേഞ്ച് ഇതിന് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ ഒത്തിരി സവിശേഷത, ഒരു സ്പോർട്ടി ലുക്ക് തന്നെ ആ വാഹനത്തിനുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ ആ വാഹനത്തിൽ ഉണ്ട്. ഇനി ഞാനിവിടെ കമ്പാരിസനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു 3 മോഡലുകൾ 8 വേരിയൻറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ബേസ് മോഡൽ എന്ന് പറയുന്നത് റോഡ്സ്റ്റർ X 2.5 എന്ന് പറയുന്ന ഒരു മോഡലാണ്. 2.5 എന്ന് പറഞ്ഞാൽ 2.5 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് അതിൻ്റെ അകത്തുള്ളത്. അതോടൊപ്പം തന്നെ അവരുടെ ഏറ്റവും ടോപ്പ് മോഡൽ എന്ന് പറയുന്നത് റോഡ്സ്റ്റർ പ്രോ 16 കിലോമീറ്റർ ബാറ്ററി കപ്പാസിറ്റിയുള്ള വാഹനമാണ്. ഈ രണ്ട് വാഹനവും തമ്മിലൊന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ബേസ് മോഡലിൻ്റെ വില 24,999 രൂപയാണ്. എന്നാൽ ടോപ്പ് എൻഡിൻ്റെ വില എന്ന് പറയുന്നത് 2,49,999 രൂപയാണ്. ഇതിൽ 11 കിലോ വാട്ടിൻ്റെ ബാറ്ററി പായ്ക്കാണ് 11 കിലോ വാട്ടിൻ്റെ മോട്ടോറാണ്, കപ്പാസിറ്റിയുള്ള മോട്ടറാണ് ബേസ് മോഡൽ ഉള്ളതെങ്കിൽ 52 കിലോ വാട്ട് പവറുള്ള മോട്ടറാണ് ടോപ്പ് എൻഡിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബേസ് മോഡലിൻ്റെ സ്പീഡ് 105 km/h ആണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 194 km/h ആണ്. അതോടൊപ്പം തന്നെ 3.2 സെക്കൻഡ് കൊണ്ടാണ് നമ്മുടെ ബേസ് മോഡൽ 40 km സ്പീഡിൽ എത്തുമെങ്കിൽ ടോപ്പ് എൻഡ് 40 km സ്പീഡ് കൈവരിക്കാൻ 1.2 സെക്കൻഡ് മാത്രം മതി. അതോടൊപ്പം തന്നെ ബേസ് മോഡലിൻ്റെ റേഞ്ച് 117 km ആണ് ഓല അവകാശപ്പെടുന്നത്. എന്നാൽ ടോപ്പ് എൻഡിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 579 km ആണ്. അപ്പോൾ ഇവർ റേഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് പലപ്പോഴും ഓല അവകാശപ്പെടുന്നതിനോടൊത്ത് തന്നെ റേഞ്ച് പലപ്പോഴും ആ വാഹനത്തിന് കിട്ടാറുണ്ടെന്നാണ് അത് ഉപയോഗിച്ചിട്ടുള്ളവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 117 km പറയുന്ന ബേസ് മോഡലിന് ഒരു 100 km ആവറേജ് കിട്ടിയേക്കാം. അതോടൊപ്പം തന്നെ ടോപ്പ് എൻഡിന് 500 കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ ബാറ്ററി പായ്ക്ക് ബേസ് മോഡലിൻ്റെ ബാറ്ററി പായ്ക്ക് 2.5 കിലോ വാട്ട് ആണെന്നുണ്ടെങ്കിൽ റോഡ്സ്റ്റർ പ്രോ എന്ന് പറയുന്ന ടോപ്പ് എൻഡിൻ്റെ ബാറ്ററി പായ്ക്ക് 16 കിലോ വാട്ടാണ്. പിന്നെ ഇതിന് ബേസ് മോഡൽ 3 മോഡൽസ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്: സ്പോർട്സ്, നോർമൽ, എക്കോ. എന്നാൽ നമ്മൾ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഈ 3 മോഡലിനോടൊപ്പം തന്നെ 3 മോഡുകളോടൊപ്പം തന്നെ ഹൈപ്പർ എന്ന് പറയുന്നൊരു മോഡും കൂടി ഉൾക്കൊള്ളിക്കാൻ അവർ മറന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ വാറണ്ടി സംബന്ധമായത് നമ്മുടെ സ്കൂട്ടറിൻ്റെ പോലെയുള്ള വാറണ്ടി ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബേസ് മോഡൽ 5 കളർ ടോണുകളിൽ ലഭ്യമാണ്. എന്നാൽ നമ്മുടെ
ടോപ്പ് എൻഡിന് നിലവിൽ ഒരു കളർ കോഡ് മാത്രമാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഇപ്പോൾ ഞാൻ എല്ലാ വേരിയൻറ്റിൻ്റെയും സ്പെസിഫിക്കേഷനിലേക്ക് വരുന്നില്ല, വിലയിലേക്കും വരുന്നില്ല, എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയി. എങ്കിലും ഒന്ന് ഓടിച്ച് ഞാൻ ഒന്നുകൂടി പറയാം. അതിൽ ബേസ് മോഡൽ എന്ന് പറയുന്ന റോഡ്സ്റ്റർ എക്സ് 2.5 കിലോ വാട്ട്, 3.5 കിലോ വാട്ട്, 4.5 കിലോ വാട്ട് എന്നിങ്ങനെയാണ് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. എന്നാൽ മിഡ് വേരിയൻ്റായ റോഡ്സ്റ്ററിലേക്ക് വരുമ്പോൾ 3.5 കിലോ വാട്ട്, 4.5 കിലോ വാട്ട്, 6 കിലോ വാട്ട് എന്നിങ്ങനെ 3 ബാറ്ററി കപ്പാസിറ്റിയിൽ 3 വേരിയൻറ്റുകൾ ലഭ്യമാണ്. എന്നാൽ റോഡ്സ്റ്റർ പ്രോ അവരുടെ പ്രീമിയം മോഡൽ 8 കിലോ വാട്ട്, 16 കിലോ വാട്ട് എന്നിങ്ങനെ 2 ബാറ്ററി പാക്കിൽ ലഭ്യമാണ്. അതിൻ്റെ വിലയും കാര്യങ്ങളും ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് ഇനി പോകുന്നില്ല. കൂടുതൽ ഞാൻ അതിൻ്റെ സവിശേഷതകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ കൂടുതൽ ദൈർഘ്യമുള്ളതായി മാറും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തായാലും നമുക്കിപ്പോൾ ഇതിനോടകം തന്നെ മനസ്സിലായി, ഇതിൻ്റെ ഫീച്ചേഴ്സും വിലയൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി, എന്തായാലും ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ തന്നെ റെഡിയായി വരുന്ന, അല്ലെങ്കിൽ ധാരാളം മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഇലക്ട്രിക് ടൂ വീലർ വിപണിയിൽ, പ്രത്യേകിച്ചും ബൈക്കുകളുടെ, പെട്രോൾ ആയാലും ശരി ഇലക്ട്രിക് ആണെങ്കിലും ശരി, ഇന്ന് വരെ കാണാത്ത ഒരു ചലനം സൃഷ്ടിക്കാൻ ഈ വാഹനത്തിനാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിലയുടെ കാര്യം നോക്കിയാൽ 4 വീലർ വിപണിയിൽ ടാറ്റ ഉണ്ടാക്കിയ ഒരു കോളിളക്കം സൃഷ്ടിക്കുവാൻ ശരിക്കും നമ്മുടെ ഈ റോഡ്സ്റ്റർ എന്ന് പറയുന്ന മോഡലിന് വിലയ്ക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് 2 വീലർ ഇലക്ട്രിക് വിപണിയിലെ ടാറ്റയായി മാറുകയാണ് ഓല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, ജനപ്രിയ വാഹനമായ സ്പ്ലെൻഡർ പോലെ തന്നെ സാധാരണക്കാരൻ്റെ ഒരു ജനപ്രിയ വാഹനമായി ഒരു പക്ഷേ റോഡ്സ്റ്റർ മാറിയേക്കാം. കാരണം അതിൻ്റെ വിലയും അതിൻ്റെ റേഞ്ചുമാണ്. കാരണം നമ്മുടെ കൂടുതൽ റേഞ്ച് ആഗ്രഹിക്കുന്നവർ അല്പം കൂടി കൂടുതൽ വില കൊടുത്താൽ കൂടുതൽ റേഞ്ചുള്ള വാഹനം കിട്ടും. എന്നാലൊരു പക്ക സിറ്റി റൈഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഇതിൻ്റെ ബേസ് മോഡൽ എടുത്താലും മതിയാവും. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് പറയാനുള്ളത്, നിലവിലുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, വ്യക്തിപരമായ എൻ്റെ അനുഭവമല്ല, പലരും പറഞ്ഞിട്ടുള്ള, പല ഉപഭോക്താക്കളും പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവരുടെ സർവീസ് സംബന്ധമായ പ്രശ്നമാണ്. കാരണം സർവീസ് സെൻറ്ററിൽ ചെന്നാൽ വാഹനം ഒരു ചെറിയൊരു വിഷയമാണെങ്കിലും ഒരാഴ്ച 2 ആഴ്ചയാണ് അവരുടെ കണക്കെന്ന് പലരും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സ്പ്ലെൻഡറിൻ്റെ അപ്രമാദിത്വം ഒരു പക്ഷേ ഇവർ തകർത്തേക്കാം. എന്നാൽ ഒരു പക്ഷേ 2 വീലർ വിപണിയിലെ ഇലക്ട്രിക് 2 വീലർ സെഗ്മെൻറ്റിലെ ടാറ്റയായി മാറാം. സർവീസിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ ടാറ്റയുടെ അച്ഛനായി മാറാൻ സാധ്യതയുള്ളൊരു ബ്രാൻഡാണ് ഓല, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവരുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങൾ, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സർവീസും കൂടി കൊടുത്താൽ ഒരു പക്ഷേ വളരെ വലിയ ഒരു പിക്കപ്പ് ഈ ബ്രാൻഡിന് ഒരു പക്ഷേ ലഭിച്ചേക്കാം. ഇനിയും ഇവരുടെ സർവീസ് ഇങ്ങനെ തന്നെ പോയാലും ഈ വാഹനത്തിന് നല്ലൊരു മൈലേജ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ നല്ലൊരു സ്വീകാര്യത കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ നിരത്തിലേക്ക് ഇറങ്ങിയാൽ ടാറ്റയുടെ ഒരു വാഹനം, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ടാറ്റ നിരത്തിൽ നിറഞ്ഞതുപോലെ, പ്രത്യേകിച്ച് അവരുടെ ഇലക്ട്രിക് ടിയാഗോ അതോടൊപ്പം തന്നെ നെക്സോൺ വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നത് പോലെ തന്നെ ഒരു പക്ഷേ ഓലയും ഇന്ന് വളരെയധികം നമുക്കറിയാം. കാരണം വില കൊണ്ടും ഫീച്ചേഴ്സ് കൊണ്ടും ഇന്ന് ഓല തൊട്ടുപുറകിൽ തന്നെയുണ്ട്, മറ്റൊരു പ്രമുഖ ബ്രാൻഡിൻ്റെ തൊട്ടുപുറകിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത്തരം കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ തന്നെയും, എന്നുവെച്ചാൽ വണ്ടി എല്ലാവർക്കും ഇഷ്ടമാണ്, മറ്റ് പെർഫോമൻസിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു സർവീസ് ഭാഗത്തേക്ക് വരുമ്പോഴാണ് പലരും നെഗറ്റീവ് പറയാറുള്ളത്. എന്നിരുന്നാൽ തന്നെയും ധാരാളം പേര് ഇന്നും ഒല വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വിലയിലും പെർഫോമൻസിലും ഫീച്ചേഴ്സുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റൊരു ഇലക്ട്രിക് 2 വീലറുകൾ ഇറക്കുമ്പോൾ വളരെ വലിയൊരു സ്വീകാര്യത ഈ വാഹനത്തിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരത്ത് കീഴടക്കാൻ പോകുന്നൊരു വാഹനം തന്നെയായിരിക്കും ഈ പറയുന്ന റോഡ്സ്റ്റർ എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ അതുകൊണ്ട് സർവീസും കൂടി ഇവരൊന്ന് ബെറ്റർ ആക്കിയാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഒലയ്ക്ക്. പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഇവർക്ക് വളർച്ചയുണ്ടാകും, ഇവരുടെ വാഹനം വിറ്റഴിക്കപ്പെടും, ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെയുള്ള അഭിപ്രായങ്ങളെയൊക്കെ അടിസ്ഥാനത്തിൽ, ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒരു ബെറ്റർ സർവീസും കൂടി കൊടുത്തുകൊണ്ട്, എന്നുവെച്ചാൽ വാഹനത്തിന് മറ്റ് കംപ്ലയിൻ്റ് ഉണ്ടെന്നുള്ളതല്ല, ഒരു ചെറിയ ഒരു ബ്രേക്ക് പാഡ് മാറാൻ ചെന്നാലും വളരെയധികം സമയം അവരെടുക്കുന്നു ഉള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ആവശ്യത്തിനുള്ള പല സർവീസ് സെൻ്ററുകൾ ആവശ്യത്തിനുള്ള മെറ്റീരിയലുകൾ എന്ന് വെച്ചാൽ അവരുടെ സ്പെയർ പാർട്സുകൾ അവർ മേടിച്ചും വെക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഡിലേ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി മാറ്റി നിർത്തിയാൽ വാഹനം ഒരു ചരിത്രമായി മാറും എന്നുള്ള കാര്യത്തിൽ, ചരിത്ര സംഭവമായി മാറുകയല്ല, ചരിത്ര സംഭവമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്